ക്ഷേത്രഭരണം ക്ഷേത്രവിശ്വാസികൾക്ക് നൽകണം. ഗവൺമെൻറ് ക്രമസമാധാനത്തിൽ ഇടപെടണമെങ്കിൽ മാത്രം മതി. ഇതിപ്പോൾ ഒരഭിപ്രായമായിട്ട് എടുക്കാനേ പറ്റൂ. കാരണം ഇത് ചിദാനന്ദപുരസ്വാമി പറയേണ്ടതോ അല്ല. നമ്മുടെ സമാജം ഒറ്റക്കെട്ടായി ഇച്ഛാശക്തിയെ വളർത്തിയാൽ മാത്രമേ ഇത് സാധിക്കൂ, അല്ലെങ്കിൽ സാധിക്കില്ല. കാരണം ധനം നേടുന്നതിന് വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട വ്യവസ്ഥയാണിത്. അതിനുവേണ്ടിയാണ് മൺട്രോ സാഹിബ് തിരുവിതാംകൂറിൽ 1811 ക്ഷേത്രഭരണങ്ങൾ പിടിച്ചടക്കിയത്. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് കൊണ്ടുവന്നതും പിന്നീട് മുസ്ലിം ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അത് പിൻവലിച്ചതും ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് കൊണ്ടുവന്നതുമൊക്കെ. കസേരയിൽ ഭരണാധികാരികൾ മാറിയിരുന്നപ്പോഴും ആ നിയമം മാറാതെ നിലനിന്നു. പിന്നീട് ഒരു പ്രതിപക്ഷം പോലും നമ്മളെ നാട്ടിലില്ലാത്ത സമയത്ത്, പ്രതിപക്ഷ നേതാക്കന്മാർ മുഴുവൻ ഹൗസ് അറസ്റ്റിലായിരുന്ന സമയത്ത് അഥവാ ജയിലുകളിലായിരുന്ന സമയത്ത്, അടിയന്തരാവസ്ഥയുടെ കാലത്ത്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സെക്കുലർ എന്നൊരു പദം ഭരണഘടനയിൽ തിരികെ ചേർക്കപ്പെട്ടു. അതുവരെ സെക്കുലർ ആയിരുന്നില്ല. എന്നാലെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം മാത്രം കൈക്കൊള്ളുന്ന ആഭാസം നിർത്തിക്കേണ്ടതായിരുന്നു. സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ശക്തമായ സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി വളരുകയും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെയ്യുകയും ആ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നിയമനിർമ്മാണം നടത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ കരണീയമായിട്ടുള്ളൂ. അതിന് ഒറ്റക്കെട്ടായി നമ്മുടെ സമാജം പ്രവർത്തിക്കുക. ആ പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും സന്യാസി സമൂഹവും കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ്.